മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബാർണിയ ഇപ്പോൾ ഒരു യാത്രയിലല്ല, യാത്ര ചെയ്ത് എത്തേണ്ട സ്ഥലത്തെത്തി. വൈറ്റ് ഹൗസിലുണ്ട്. വൈറ്റ് ഹൗസിൽ ട്രംപിൻ്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി ചർച്ചയിലാണ്. വിറ്റ്കോഫാണ് അതിൻ്റെ ട്രംപ് നിയോഗിച്ചിരിക്കുന്ന മധ്യസ്ഥനും അദ്ദേഹം. മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് ട്രംപ് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളാണ്. അത് മൊസാദിൻ്റെ തലവൻ്റെ ഇപ്പോഴത്തെ ആവശ്യം ഗാസയിൽ നിന്ന് പലസ്തീനികളെ സമ്പൂർണ്ണമായും മാറ്റണം. പലസ്തീനികൾ എന്ന് പറയുമ്പോൾ മുസ്ലിമുകളല്ലേ? മുസ്ലിങ്ങൾ മാത്രമല്ല, അല്ല, പലസ്തീൻ വേണ്ടി നിലനിൽക്കുന്നവരുണ്ടാവും, അല്ലേ, വംശക്കാർ. പക്ഷേ അവരിപ്പോൾ അറബ് വംശം എന്ന് പറയുമ്പം ഇവർക്ക് മുസ്ലിങ്ങളെ മാത്രമായിരിക്കും ഇവരുടെ ഇസ്രായേലിൻ്റെ ടാർഗറ്റ്. അല്ല, ഇസ്രായേൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗാസയിലെ ചർച്ചും ക്രിസ്ത്യൻ ചർച്ചും ഒരു പള്ളി തകർത്തു. അപ്പോൾ അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ വംശീയമാണ് സാർ. അതിലേക്ക് വരാം നമുക്ക്. ഏതായാലും ഇപ്പോൾ നടക്കുന്ന ചർച്ചയുടെ ലക്ഷ്യം തീരുമാനം ഉണ്ടാവണം. വെടിനിർത്തലിനെ കുറിച്ച് ട്രംപ് പറയുന്നു. ട്രംപിൻ്റെ പേര് നോബൽ സമ്മാനം കിട്ടാനായിട്ട് അക്കാഡമിക്ക് നെതന്യാഹു ശുപാർശയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പം നോബൽ സമ്മാനമൊക്കെ കിട്ടിക്കോട്ടെ, പക്ഷേ ഞങ്ങൾ പറയുന്ന ഈ കാര്യം സമ്മതിക്കണം. പലസ്തീനികളെ മുഴുവൻ അവിടെ നിന്ന് മാറ്റാനായിട്ട് 3 രാജ്യങ്ങൾ മൊസാദ് സജസ്റ്റ് ചെയ്യുന്നു. എത്തോപ്യ, ഇന്തോനേഷ്യ, ലിബിയ. ഈ 3 രാജ്യങ്ങൾക്ക് ഇവരെ മുഴുവൻ കൊണ്ടുപോകണം. അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു പലസ്തീനികൾ ഇന്നലെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്നപ്പോൾ അവിടെ കൂടി ബഹളം ഉണ്ടാക്കി ഈ ഗുഡ്സ് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തട്ടിപ്പറിക്കാനും ഒക്കെ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഇസ്രായേൽ പട്ടാളം വെടിവെച്ച് 87 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. പലസ്തീനികൾ ഇനി ഗാസയിൽ വേണ്ട. എന്താണ് ഇസ്രായേലിൻ്റെ നിലപാട്? അപ്പോൾ ഈ വെടിനിർത്തൽ അല്ലെങ്കിൽ ഗാസയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ? അതായിരിക്കും ഇനി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ. ഇതിപ്പോൾ ഈ ചർച്ച വരുന്നതിന് മുമ്പ് തന്നെ, ഇത്തരം വാർത്തകൾ വരുന്നതിന് മുമ്പ് തന്നെ, ഇനി ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂവിന് എന്താണ് പരിഹാരം എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ മനസ്സിൽ വരുന്ന ഒരേ ഒരു മാർഗം ഇത് തന്നെയാണ്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. വെടിനിർത്തൽ എന്ന് സാക്ഷാൽ അമേരിക്കയോ UN പോയി പറഞ്ഞാൽ പോലും ഇസ്രായേൽ നിർത്താൻ പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം, അവരുടെ ഒരു ബെൻഗുറിയോൺ പഴയ ഒരു പ്രോജക്റ്റാണത്, ഫിനിഷ് ദ ജോബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ 1920 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം തുർക്കി സുൽത്താനെ തോൽപ്പിച്ച് ബ്രിട്ടീഷുകാർ വെച്ച പ്ലാനാണ്. ഞങ്ങൾ ഈ 3 സെമിറ്റിക് മതങ്ങളും ഒരുപോലെ പ്രിയപ്പെട്ട നാടാണ്, അതുകൊണ്ട് ഞങ്ങൾ ഭരണകൂടമാണ്. മറ്റ് 2 സെമിറ്റിക് മതങ്ങൾക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകാനുള്ള വഴി പലസ്തീനെ കൃത്യമായി 2ആയി വിഭജിക്കുകയാണ്. ജോർഡാൻ റിവറിൻ്റെ കിഴക്കും പടിഞ്ഞാറുമായിട്ട്. കിഴക്ക് ജൂതന്മാർ വന്ന് അധിവസിച്ചു കൊള്ളട്ടെ, പടിഞ്ഞാറ് അറബ് വംശീയമാണ്. അത് നമ്മൾ ഓർക്കണം. പലപ്പോഴും മറന്നു പോകാൻ നമ്മളെ മാധ്യമങ്ങൾ അത് ഓർക്കാറില്ല. ഇതെന്തോ കമ്മ്യൂണൽ ഇഷ്യൂ ആണ്, മുസ്ലിം ജൂത ഇഷ്യൂ ആയിട്ടാണ് കാണാറുള്ളത്. ഇസ്രായേൽ വംശവും അറബ് വംശവും തമ്മിലാണ്. അറബ് വംശത്തിൽ 2 കൂട്ടരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. പക്ഷേ ചരിത്രത്തിൽ ഇസ്രായേലിലും മുസ്ലിമുകളുണ്ട്. ഇസ്രായേലിൽ മുസ്ലിംസ് ഉണ്ട്, ഓഫ് കോഴ്സ്. അവിടുത്തെ അറബ് വംശക്കാരുണ്ട്. പക്ഷെ അവർക്ക് അവിടെ മെജോറിറ്റി ഇല്ല, ന്യൂനപക്ഷമാണ്. അവർക്ക് എല്ലാ പൗരാവകാശങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. അത് ഇസ്രായേൽ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇസ്രായേൽ ആഗോള അന്താരാഷ്ട്ര UN അംഗീകാരമുള്ള ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും അംഗീകരിച്ച എല്ലാവർക്കും സ്വീകാര്യതയും ആദരവുമുള്ള ഒരു രാഷ്ട്രഘടനയുണ്ട് ഇസ്രായേലിന്. പലസ്തീൻ അതില്ല. പലസ്തീന് അതിർത്തിയില്ല സർ, പലസ്തീന് സേനയില്ല, പലസ്തീൻ ഗവൺമെൻറ് ഇല്ല. ആകെയുള്ളത് പലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മുനിസിപ്പാലിറ്റിയാണ്. 2 സ്ഥലത്ത് അതുള്ളത്, ഗാസയിലുമുണ്ട്, വെസ്റ്റ് ബാങ്കിലും. വെസ്റ്റ് ബാങ്കിൽ ഭരിക്കുന്നത് സമാധാന പ്രേമികളായ അൽ-ഫത്തഹാണ്. വെസ്റ്റ് ബാങ്ക് ഫത്തഹ് പാർട്ടി. അത് യാസർ അറഫാത്തിന്റെ പഴയ ജനാധിപത്യ പാരമ്പര്യമുള്ള. യാസർ അറഫാത്ത് ജനാധിപത്യവാദിയും അല്ല, ആദ്യകാലത്ത് ശാന്തനൊന്നുമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുംഭീകരത ഒരുപാട് നടത്തിയിട്ടുണ്ടായിരുന്ന ആളാണ്. കൊടുംഭീകരത എന്ന് പറഞ്ഞുകൂടെങ്കിലും ആദ്യം അദ്ദേഹം ഇന്തിഫാദ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പിന്തുണച്ച ആളാണ്. ബ്ലാക്ക് സെപ്റ്റംബർ എന്തായിരുന്നു? ബ്ലാക്ക് സെപ്റ്റംബർ തീർച്ചയായിട്ടും. ഞാൻ പറയുന്നത് യാസർ അറഫാത്തിന്റെ, അത് വേറെ ചർച്ചയുണ്ട്. യാസർ അറഫാത്തിന്റെ പാതയിൽ വന്ന മാറ്റങ്ങൾ, ക്രമാനുഗതമായ മാറ്റമുണ്ട്. അതിൽ യാസർ അറഫാത്ത് നമ്മൾ അറിയുന്ന അറഫാത്തായി കഴിഞ്ഞതിന് ശേഷം ഒലീവിലെയാണ്. മദനിക്ക് മാനസാന്തരം വന്നു എന്ന് പറയുന്ന പോലെയാണ്. മദനി അവിടെ ഒന്നും താരതമ്യപ്പെടുത്താൻ പാടില്ല പ്ലീസ്. യാസർ അറാഫത്ത് ലോകത്തെ ഏറ്റവും കൂടുതൽ കൂട്ടക്കൊലകൾ നടത്തിയിട്ടുള്ള, എന്തിന് ഒളിമ്പിക്സിന് പോയ കായിക താരങ്ങളെ കൊലപ്പെടുത്തിയത് അറാഫത്തിന്റെ ആളുകളാണ്. അറാഫത്തിന്റെ ആളുകളായിരുന്നു ശരിയാണ്. പക്ഷെ അറാഫത്ത് പറഞ്ഞിട്ടാണ്, ചരിത്രമാണ്. അല്ല, ഞാൻ പറയുന്നത് അറാഫത്ത് മാനസാന്തരം നമുക്ക് അങ്ങനെ തോതിൽ വന്നിട്ടുണ്ടായിരുന്നു. അറാഫത്തിന് 2 ഘട്ടമുണ്ട് ജീവിതത്തിൽ. അറാഫത്ത് ഉയർന്നു വന്ന ഘട്ടവും ഉയർന്നു വന്നതിന് ശേഷം ലോകം അംഗീകരിച്ച ഒരു ഘട്ടമുണ്ട്. അറാഫത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിഹ്നം ഒലീവ് ഇല തന്നെ. അവസാന കാലത്ത് ഞാൻ പറഞ്ഞ അറാഫത്തിനെ വേറെ ഡിസ്കസ് ചെയ്യാം. പറഞ്ഞു വന്ന കാര്യം, അറാഫത്തിന്റെ അനുയായികളാണ്. അതായത് ഒടുവിലത്തെ അറാഫത്ത് സമാധാന മാർഗമാണ്, ജനാധിപത്യ മാർഗമാണ്, ഇനി പലസ്തീനികൾക്കിടെ ഭാവി എന്ന്. വെസ്റ്റ് ബാങ്കിലെ ഫത്ത ആ നിലപാടാണ്. ഹമാസിന് കണ്ടുകൂടാത്തത്. വേറൊരു കാര്യം,
ഹമാസും ഫത്താഹും തമ്മിൽ മത്സരിച്ചിട്ടാണ് സാറേ അവിടെ ഫത്താഹ് ജയിക്കുന്നത്. അവിടുത്തെ ഹമാസിനെ കൂട്ടക്കൊല ചെയ്യുന്നത് ഓടിച്ചതും അൽ ഫത്താഹാണ്. എന്നാൽ ഗസയിൽ മറിച്ചാണ്. ഗസയിൽ ഹമാസിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അവിടുത്തെ ഫത്താഹിനെയാണ് അവർ ആദ്യം കൂട്ടക്കൊല ചെയ്തത്. ഇത് സ്വന്തം സഹോദരങ്ങളെ കൊല്ലാൻ യാതൊരു മടിയുമില്ലാത്ത ക്രിമിനൽ കൂട്ടങ്ങളെയാണ്, ഭീകരവാദികളെയാണ് നമ്മൾ ഹമാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ്. അപ്പോൾ അതിൽ അന്ന് എന്താ സംഭവിച്ചത്? ഈ 20 ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്ന പോളിസി പ്ലാൻ 48. അപ്പോൾ ലോകതലത്തിൽ അപ്പോൾ എന്താ സംഭവിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, ഇസ്രായേൽ ലോകമെങ്ങുമുള്ള ജൂതന്മാർക്ക് വന്ന്, അവർക്ക് വേറെ നാടില്ലല്ലോ, അവർ വന്ന് അവിടെ താമസിച്ചിട്ട് അവർ വലിയ പോപ്പുലേഷനായി. പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്. അവർ വിലയും കൊടുത്തിട്ടുണ്ട്. ഇനി അതിനേക്കാളും വലിയ തമാശ, അവരെ കണ്ട് മാതൃകയാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എല്ലാ ഭീകരവാദികൾക്കും നല്ല മാതൃകയാണ്. അവർ ജർമ്മനിയിൽ നിന്ന് പഠിച്ചൊരു പാഠം എന്താണെന്നറിയോ? സ്വന്തം അച്ഛന്മാരെയും മുത്തച്ഛന്മാരെയും സഹോദരന്മാരെയും ഒക്കെ കൂട്ടക്കൊല ചെയ്ത് ഗ്യാസ് ചേംബറിലേക്ക് അയച്ചല്ലോ ഹിറ്റ്ലർ. അവർ നെഗോഷിയേറ്റ് ചെയ്തു. ഞങ്ങളെ കുടുംബ പരമ്പരയെ, അച്ഛനെ, മുത്തച്ഛന്മാരെ ഒക്കെ കൊന്നതിന് നഷ്ടപരിഹാരം തരണം എന്ന് പറഞ്ഞ് ലോക കോടതിയിൽ കേസ് കൂടിയിട്ട് അന്നത്തെ വലിയ എമൗണ്ട് വാങ്ങി. ആ എമൗണ്ട് മുഴുവൻ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിച്ചു. അങ്ങനെ കൂടിയാണ് അവർ അത് ചെയ്തു. അതുകൂടാതെ അന്ന് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട നാസി പ്രമുഖരെയൊക്കെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പോയി വേട്ടയാടി കൊന്നിട്ടുമുണ്ട്. ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ രണ്ടും ചെയ്തു. ഒന്ന്, ഇതിന് ഒരു രാഷ്ട്രം ഉണ്ടാക്കാനുള്ള കോമ്പൻസേഷൻ വാങ്ങിച്ചു. പിന്നെ അവർ വളരെ തന്ത്രപൂർവ്വം പ്ലാൻഡ് ആയിട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ഇന്നിപ്പോൾ അവർ ലോകത്തിലെ സമ്പന്ന രാജ്യമാണ്, ശക്തമായ രാജ്യമാണ്, സൈനിക ശക്തിയാണ്, സയൻസിൽ വലിയ, ടെക്നോളജിയിൽ വലിയ ശക്തിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരു വേണ്ടൊരവസ്ഥ വന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് വന്നതെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്. അറബ് വംശക്കാർക്ക് ഇതാ ജോർഡാൻ റിവറിൻ്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറഞ്ഞെങ്കിലും അവിടുത്തെ ക്രിസ്ത്യാനിറ്റി അതിൽ വലിയ താല്പര്യം കാണിച്ചു. 2 കാരണം കൊണ്ടാണ്. ക്രിസ്ത്യാനിറ്റിക്ക് ഫലസ്തീൻ വേണമെന്ന് തോന്നിയില്ല. 2 കാരണം കൊണ്ട്. ഒന്ന്, അവർക്ക് ഫലസ്തീൻ യേശുദേവന്റെ നാടാണെങ്കിൽ തന്നെ യേശുദേവൻ കൊല്ലപ്പെട്ട നാട് കൂടിയാണ്. ജൂത പ്രമാണിമാരാണ് യേശുദേവനെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് റോമാ സാമ്രാജ്യത്തിന്റെ കാലം തൊട്ട് ജൂതനായിരുന്നു. അതെ, ഞാൻ പറയുന്നത് ജൂതന്മാർ തന്നെയാണല്ലോ കൊന്നതും, അല്ലാത്ത സഹോദരങ്ങൾ. അപ്പോൾ യേശുദേവൻ യേശുദേവനെ കൊന്ന നാട് ശപിക്കപ്പെട്ട നാടാണ് എന്നൊരു കൺസെപ്റ്റ് ക്രിസ്ത്യാനികൾക്ക് ആഗോളതലത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ഇതിന്റെ വീതം പറ്റാൻ പോയില്ല. അതുകൊണ്ട് തന്നെ അവർ ആവേശപൂർവ്വം അവിടെ ഒരു മെജോറിറ്റി ഉണ്ടാക്കാനോ ഒന്നും പോയില്ല. അവിടെ പരമ്പരാഗതമായിട്ട് ഉണ്ടായി വന്നവർ ഇപ്പോഴും ഉണ്ട്. ഒരു ചർച്ച് മാത്രമാണ് ഗസയിൽ ബാക്കിയുള്ളത്. ആ ചർച്ചാണ് ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ഇസ്രായേൽ. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പോകുമ്പോൾ അത് ക്ലീൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് അറബ് വംശം മൊത്തം പോകണം. അപ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളും പോകണം. അതിൻ്റെ ഭാഗമാണ്. അതാണ്. അപ്പോൾ ചെറിയ ചർച്ചല്ല, ഒറ്റ ചർച്ചാണെങ്കിൽ പോലും മാർപ്പാപ്പ നേരിട്ട് ബന്ധപ്പെട്ടിരുന്ന ബിഷപ്പാണ് എപ്പോഴും. ഈ മിഡിൽ ഈസ്റ്റ് മുഴുവൻ മാർപ്പാപ്പ അറിഞ്ഞിരുന്ന ഇവരിലൂടെയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അവരുടെ മുമ്പിലുള്ള ഫോർമുല പഴയ ഗുറിയോൺ ഫോർമുലയാണ്. എന്താ വെച്ചാൽ 48 UN ഫോർമുല വന്നപ്പോൾ അത് അംഗീകരിച്ചു ഇസ്രായേൽ, അംഗീകരിക്കാതിരുന്നത് ഫലസ്തീൻ. എന്ന് മാത്രമല്ല, ഈ ഫോർമുല വലിയ തെറ്റായി പോയി. ഇസ്രായേൽ അംഗീകരിച്ചു എന്ന കാരണം പറഞ്ഞിട്ട്, UN ഇസ്രായേലിന് അംഗീകാരം നൽകി എന്ന കാരണം പറഞ്ഞിട്ട് 5 അറബ് രാജ്യങ്ങൾ ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു. അന്ന് തുടങ്ങിയതാണ് പരാജയം. പിന്നെ 6 ഡേ വാർ ഓർമ്മയില്ലേ? തുടർച്ചയായി തോറ്റുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഇസ്രായേലിന്റെ മുമ്പിൽ വേറെ മാർഗമൊന്നുമില്ല. 10-80 കൊല്ലമായി ഈ പണി തുടങ്ങിയിട്ട്. അതെ, അവർ നിരന്തരം യുദ്ധത്തിലാണ്. 2 കാര്യങ്ങൾ ചെയ്യുന്നത്. മനുഷ്യർക്ക് സമാധാനത്തോടെ ജീവിക്കണം. ഒന്ന്, സമാധാനത്തോടെ ജീവിക്കണം. രണ്ടാമത്തെ കാര്യം, ഒരു ഭാഗത്ത് അവർക്ക് മുമ്പിൽ ഇപ്പോൾ കൃത്യമായൊരു ഫോർമുലയുണ്ട്. ഒന്ന്, അവരുടെ ജനതയ്ക്ക് സമാധാനം വേണം. 2, ആരാണ് ഈ സമാധാനക്കേട് ഉണ്ടാക്കുന്നത്? അവരെ എന്നേക്കുമായി അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് ഗസ പൂർണ്ണമായും നിരപ്പാക്കാൻ തീരുമാനിച്ചു. ഈവൻ അറബ് വംശത്തെ മൊത്തമായും ജാതിയും മതവും മറന്ന് മോചിപ്പിക്കണം. ഇത് അമേരിക്കൻ ഫോർമുല കൂടിയാണ് സാർ. അമേരിക്ക മുന്നോട്ട് വെച്ച ആദ്യത്തെ ഫോർമുലയാണ്. ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റ് മോഹങ്ങളാണ്. എന്തായാലും അതൊരു നല്ല ഒരു ഫോർമുലയാണ്. അത് ഇസ്രായേൽ കൂടി അംഗീകരിച്ചതാണ്. അതിന്റെ ഡീറ്റെയിൽസ് തയ്യാറാക്കാനായിരിക്കണം ഇപ്പോൾ മൊസാദിന്റെ തലവൻ പോയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഇതിന് സമാന്തരമായി മറ്റൊന്നുകൂടി ഉണ്ട്. ഈ ഹമാസ് തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന അത് ആശുപത്രികളാകട്ടെ, മാർക്കറ്റുകളാകട്ടെ, അവിടെ സിവിലിയന്മാരുണ്ട് എന്നതൊരു കാരണമാക്കാതെ ഈ തീവ്രവാദത്തെ അവസാനിപ്പിക്കുന്നവരെ, തുടച്ചു നീക്കുന്നവരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയോ UN ആര് പറഞ്ഞാലും അവിടെ ട്രൂസ് വരാൻ പോകുന്നില്ല, അവിടെ നിർത്താൻ പോകുന്നില്ല. 1. 2, വേറൊരു കാര്യം സമാന്തരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ പൗരന്മാരെ ഭരണകൂടത്തിന്റെ ചെലവിൽ വളരെ ആസൂത്രിതമായി കൊണ്ടുപോയി മാത്രമല്ല വെസ്റ്റ് ബാങ്കിൽ വലിയ ഭൂരിപക്ഷം വന്നു എന്ന് പറഞ്ഞാൽ, ഇനി അങ്ങോട്ട് ഈ റിവർ ഉണ്ടല്ലോ,
റിവർ ടു സീ എന്ന് പറയുന്ന പഴയ സംഗതി കളയുകയും റിവർ ടു സീ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ തുടച്ചു നീക്കണമെന്നാണ് പൂർണ്ണമായിട്ടും അതാണ് പലസ്തീന്റെ പഴയ പോളിസി. അത് അങ്ങനെ എഴുതിയ ബാഗും തൂക്കിക്കൊണ്ടാണ് പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധി വന്നിരുന്നു. ഇപ്പൊ ഈ റിവർ ഇല്ല. ഇപ്പൊ ഇസ്രായേലിന്റെ അജണ്ടയിൽ സീ ടു സീ ആണ് എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ ഉപഭൂഖണ്ഡം മുഴുവനും ഇസ്രായേലാക്കി മാറ്റുകയല്ലാതെ അവരുടെ മുമ്പിൽ വേറെ ചിത്രമില്ല. അതിന്റെ ആക്ഷൻ പ്ലാനുകളിൽ ഒന്നാണ് നമ്പർ 1 ഹമ്മാസിനെ തുടച്ചു നീക്കുക. 2 ഹമ്മാസിനും സമാന മനസ്കുള്ളവർക്കും താവളം നൽകുന്ന അയൽ രാജ്യങ്ങളെ മുഴുവൻ ആക്രമിക്കുകയും അതാണ് സിറിയയുടെ സിറിയ നെതന്യാഹു പറഞ്ഞു സിറിയയുടെ കിഴക്കൻ ഭാഗം ഞങ്ങൾ ഇങ്ങ് എടുക്കും. കാരണം എന്ന് വെച്ചാൽ എവിടെയാണോ ഈ തീവ്രവാദികൾ ദ്രൂസുകളെ സംരക്ഷിക്കുക എന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കിഴക്കൻ സിറിയ ഞങ്ങൾ ഇങ്ങെടുക്കും പറഞ്ഞു കഴിഞ്ഞു. ഡ്രൂസിനെയും ഈ പറഞ്ഞ അവിടെ ബദൂവിയൻസ് അവിടുത്തെ ഇഷ്യൂസ് ഉണ്ടല്ലോ, ആ ഇഷ്യൂസിൽ ഇടപെട്ടുകൊണ്ട് സിറിയയുടെ അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ തീവ്രവാദികളുടെ താവളം സ്വന്തമാക്കുക. 2 നമ്പർ 3 ഇസ്രായേൽ പൗരന്മാരെ കൊണ്ടുപോയി ഫലസ്തീനിൽ കുടിയിരുത്തുക. 3ാമത്തെ മാർഗം ഫലസ്തീനികൾക്ക് 2 മാർഗം കൊടുക്കുക. ഒന്നുകിൽ അവിടെ നിന്നുകൊണ്ട് ഈ തീവ്രവാദികളുടെ ചെലവിൽ കൊല്ലപ്പെടുക, അല്ലെങ്കിൽ സുരക്ഷിതമായി ഈ പാക്കേജിൽ രക്ഷപ്പെട്ട് എത്യോപ്യയും ലിബിയയും ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇന്തോനേഷ്യയും കൂടി ഉണ്ടെങ്കിൽ അതൊരു പുതിയ വാർത്തയാണ്. അല്ലെ, അതിനിടയ്ക്ക് മറ്റൊരു വാർത്തയുണ്ട്. അബു ഉബൈദ എന്ന് പറയുന്ന ഹമാസിന്റെ വക്താവ് പറഞ്ഞിരിക്കുന്നു, വെടിനിർത്തൽ ചർച്ചയൊക്കെ നടക്കുന്നുണ്ടല്ലോ, പക്ഷെ വെടിനിർത്തൽ താൽക്കാലികം പോരാ, സ്ഥിരമായി വെടിനിർത്തൽ വേണം. ഇനി ഇസ്രായേൽ ഞങ്ങളെ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് വേണം. നടക്കില്ല എന്ന് നെതന്യാഹുവും പറഞ്ഞിട്ടുണ്ട്. വെടിനിർത്തും എപ്പോ? വെടിയേൽക്കാൻ ഒരുത്തനും ഇല്ലാതാകുമ്പോൾ, അവസാനത്തെ ഹമാസും തീരുമ്പോൾ, അത് തീവ്രവാദി തിരിച്ചു വെടിവെക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ ഉതിർത്തുന്ന ഒരാളെങ്കിലും ഫലസ്തീൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ വെടി വെച്ചുകൊണ്ടേയിരിക്കും. അമേരിക്കയല്ല ആര് പറഞ്ഞാലും ഞങ്ങൾ ഇനഫ് ഇസ് ഇനഫ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവരെപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. ഞാൻ ഇന്റർനാഷണൽ മീഡിയയിൽ കാണുന്ന അൽ ജസീറയിലൊക്കെ ഇവരുടെ പല നേതാക്കന്മാരും പറയുന്നുണ്ട്, അന്ന് പറഞ്ഞതാണ് ഗുറിയോൺ, ഇതിപ്പോൾ അവസാനിപ്പിച്ചാൽ ഇന്ന് തീരും. 80 കൊല്ലമായി നമ്മൾ അനുഭവിക്കുന്നില്ലേ. ഇസ്രായേലിന്റെ പിതാവ് എന്നാണ് അദ്ദേഹം, ബെൻ ഗുറിയോൺ. അപ്പോൾ കറക്റ്റാണ്, ഇത് തുടരുക എന്ന് പറഞ്ഞാൽ എന്നാണ് ഇത് അവസാനിക്കുക? അല്ല, അവിടുത്തെ പ്രതിപക്ഷ നേതാവ് നഫ്താലി ബെന്നറ്റ് പറഞ്ഞത്, ചരിത്രം നമ്മുടെ മുന്നിൽ ഒരു വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്, കയറി അടിക്ക് നെതന്യാഹു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അല്ല, തീർച്ചയായിട്ടും ഇതിൽ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ നമ്മളിപ്പോൾ ആലോചിക്കണം. ഇതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഇസ്രായേൽ ഇഷ്യൂവിൻ്റെ മർമ്മം കാണാതെ, അതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ കാണാതെ, ഈ 48 തൊട്ട് ഇങ്ങോട്ട് അറബ് ലോകം കാണിച്ച പിടിപ്പുകേടിൻ്റെ ചിന്താശൂന്യമായ നിലപാടുകളുടെ അനന്തരഫലമാണ്, കർമ്മഫലമാണ് ഇപ്പോൾ ഫലസ്തീനിൽ അനുഭവിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ കണ്ണീരിൽ, അവരുടെ കൂട്ടക്കൊലകളിൽ ഒക്കെ സഹതപിക്കാതിരിക്കാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. പക്ഷേ അത് അവരുടെ വിധിയാണ്. അവരുടെ തന്നെ രാഷ്ട്രീയ നേതൃത്വം, അവരുടെ തന്നെ കൂട്ടാളികളെന്ന് കരുതുന്ന അറബ് രാജ്യങ്ങൾ അവർ അനുഷ്ഠിച്ച അതിക്രമത്തിൻ്റെയും അന്യായത്തിൻ്റെയും ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത് എന്ന് കാണാൻ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കെങ്കിലും കഴിയണം. ലോകം അത് കാണാൻ പോകുന്നു, അതിൻ്റെ അനന്തരഫലം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.